നമസ്കാരം. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ഒരു പഴമൊഴിയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച എറിഞ്ഞ കല്ലാണെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയും. എന്നാൽ പറഞ്ഞ വാക്ക് ഒരു കാലത്തും തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. മാലദ്വീപിൻ്റെ സന്തോഷം നഷ്ടപ്പെടാൻ കാരണമായതും ഇത്തരമൊരു വാക്കാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയപ്പോൾ ഇന്ത്യക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടുമെന്ന് മാലദ്വീപ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. 2024 ആദ്യത്തെ 4 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ 42.2% കുറവാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ കുറവ്. ഇന്ത്യക്കെതിരെ നടത്തിയ പരാമർശം അത്ര നിസ്സാരമായിട്ടല്ല ഇന്ത്യൻ ജനത കണ്ടത്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വൻ തിരിച്ചടിയാണെന്ന് മനസ്സിലാക്കിയ മാലദ്വീപിൻ്റെ ഭരണാധികാരി മുഹമ്മദ് മൊയ്സു ചൈനയോടുള്ള സ്നേഹം ഉപേക്ഷിച്ചിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായ ഇന്ത്യയെ പിണക്കി ജീവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് വൈകിയാണ് മാലദ്വീപ്സിൻ്റെ പ്രതിനിധിക്ക് വന്നത്. അതുകൊണ്ടാണ് മാലദ്വീപ്സിൻ്റെ പ്രതിനിധി പ്രശ്ന പരിഹാരത്തിനായി ഇന്ത്യയിലേക്ക് വന്നതും വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ചൈനയുടെയൊക്കെ കടുത്ത പ്രേമം അതൊക്കെ മാറ്റിവെച്ച് ഇന്ത്യ പറയുന്നത് എന്തും കേട്ടുകൊള്ളാമെന്ന ഒരു സാഹചര്യത്തിലാണ് മാലദ്വീപ് ഇപ്പോൾ ഉള്ളത്. അതോടെ വീണ്ടും ഇന്ത്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ മാലദ്വീപ് ഉയർത്തുന്നത്. ചൈനയുടെ വാഗ്ദാനമെല്ലാം നിരസിച്ച മാലദ്വീപ് ഇന്ത്യയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സംവിധാനം അവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. അതോടെ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഇന്ത്യയുടെ കാർഡ് ഉപയോഗിക്കാൻ ആകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ UPI ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി രാജ്യങ്ങളിൽ രൂപി കാർഡ് സംവിധാനവും ഉടനെ വരും. ഫ്രാൻസ്, സിംഗപ്പൂർ, ശ്രീലങ്ക, മൗറീഷ്യസ്, ഭൂട്ടാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിലും ഉടൻ വരുന്നതാണ്. മാലദ്വീപ്സ് ഭരണാധികാരി ഇന്ത്യയെ പിണക്കിയത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്. ആ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ചൈനയുമായിട്ട് സ്നേഹം തുടരാം എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന കാര്യം മാലദ്വീപിലെ ഭരണാധികാരി ഓർത്തില്ല. ചൈനയോട് കടുത്ത പ്രേമമായിരുന്നു മാലദ്വീപിൻ്റെ ഭരണാധികാരിക്ക്. അത് 2023 മുതലാണ് തുടങ്ങിയത്. പക്ഷേ ആ പ്രേമമെല്ലാം ഇപ്പോൾ തകർത്ത് കളഞ്ഞിട്ട് ഇന്ത്യ എന്തു പറയുന്നു അത് അക്ഷരം പ്രതി കേട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം നരേന്ദ്രമോദി കൊടുത്ത ഒരു തിരിച്ചടി മാലദ്വീപിന് വയറും നിറച്ച് കിട്ടി. അവരുടെ സമ്പദ് ഘടന തന്നെ തകർന്ന് തരിപ്പണമായൊരവസ്ഥയിലാണ്. മാപ്പൊക്കെ കുറേ എഴുതി ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ അത് മൈൻഡ് പോലും ചെയ്തില്ല. അവസാനമാണ് ഇന്ത്യയിലെ ആ 2 മന്ത്രിമാരെയും മാലദ്വീപ് തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. എന്നാലും ഇന്ത്യ ക്ഷമിക്കുമെന്ന് വിചാരിച്ചു, ക്ഷമിച്ചതുമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഒരു ചർച്ച നടത്താൻ വേണ്ടി മാലദ്വീപിൻ്റെ ഭരണാധികാരി ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ഇനി ഡിജിറ്റൽ കാർഡ് എടുത്തതോടുകൂടി ഇന്ത്യ ഇപ്പോൾ വച്ചിരിക്കുന്ന മാലദ്വീപുമായിട്ട് വച്ചിരിക്കുന്ന ആ ഒരു ചങ്ങല മുറിച്ച് വീണ്ടും അവർ ഭായി ആകുമോ എന്ന് നമുക്കറിയണം. മാലദ്വീപിലേക്ക് വിനോദസഞ്ചാരികൾ പോകണ്ട എന്ന് ഇന്ത്യ ഒരു ക്യാമ്പയിൻ അങ്ങ് തുടങ്ങി. ആ ക്യാമ്പയിനും മാറ്റുമോ എന്നാണ് ഇനി അറിയേണ്ടത്.